അതെ, ദുബായിലേക്ക് പറക്കാൻ രേണുസുതി. ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് വിമാനത്തിൽ കയറാൻ പേടിയെന്ന താരവും. ബിഗ് ബോസ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ മത്സരാർത്ഥിയിൽ ഒരാളായിരുന്നു സോഷ്യൽ മീഡിയ വൈറൽ താരം രേണുസുതി. വീട്ടിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിച്ചതും രേണുവിനായിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ എത്തിയതിനു ശേഷം പ്രതീക്ഷയ്ക്കുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ഒരിക്കലും രേണുസുതിക്ക് സാധിച്ചില്ല. വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയോ ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുകയോ ചെയ്യില്ല. പലപ്പോഴും ക്യാമറയ്ക്ക് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. ഇതിനിടയിൽ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും തനിക്ക് തന്റെ മക്കളെ കാണാതിരിക്കാൻ വയ്യെന്നും രേണുസുതി ആവശ്യപ്പെട്ടിരുന്നു. ഒടുവിൽ അത് പരിഗണിച്ച് രേണുവിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. അതിനുശേഷം പുറത്തെത്തിയ രേണുസുതി ഉദ്ഘാടനവും ആൽബം ഷൂട്ടിങ്ങുമുള്ള തിരക്കിലാണ്. ഇതിനിടയിൽ ഇപ്പോഴത്തെ ആദ്യത്തെ വിദേശ ട്രിപ്പിനായിട്ട് ഒരുക്കത്തിലാണ് താരം. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യത്തെ ആൽബം ഷൂട്ടിന് രേണു എത്തിയപ്പോഴാണ് ദുബായിലേക്ക് പോകുന്നതെന്നും 15 ദിവസം അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്കൊക്കെ അവിടെ വന്ന് കാണാം. ദൈറ എന്ന സ്ഥലത്ത് പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പരിപാടിക്കായിട്ടാണ് പോകുന്നത് എന്ന് രേണു പറഞ്ഞു. ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത്. ഇനിയും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും വിമാനത്തിൽ കയറാൻ പേടിയാണെന്നും ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ പേടിയാണെന്നും രേണു പറയുന്നു. ബിഗ് ബോസിൽ പ്രേക്ഷക പിന്തുണയ്ക്ക് രേണു നന്ദിയും അറിയിച്ചു. ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടന്റെ കൈപിടിച്ച് കയറിയതും ഇറങ്ങിയതും അങ്ങനെയായിരുന്നുവെന്ന് രേണു പറഞ്ഞു. ഇപ്പോഴും ബിഗ് ബോസ് വൈബിലാണ്. അത് മാറാൻ കുറച്ച് ദിവസം എടുക്കുമെന്നാണ് രേണു പറയുന്നത്.